അമ്മൂമ്മ അപ്പ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് മിക്കവാറും അമ്മൂമ്മയും കുട്ടുമാമനും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏറ്റുമുട്ടുണ്ടാവും. ഏറ്റുമുട്ടുവോ? എല്ലാം അങ്ങ് മുൻകൂട്ടി പ്രവചിച്ചോണം. അല്ല ചിറ്റപ്പാ, അവിടുത്തെ അമ്മൂമ്മ ചിറ്റപ്പനെ വഴക്കൊക്കെ പറയൂ? എടാ, അതിന് നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് വേണ്ടി വഴക്ക് പറയാൻ? അതിനൊക്കെ ഉണ്ടല്ലോ എൻ്റെ അണ്ണൻ. പക്ഷെ എൻ്റെ അമ്മൂ കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ്. സത്യം എന്തുമാത്രം നുള്ളെന്നറിയാമോ അമ്മരുന്ന് വാങ്ങിച്ച് പിടിക്കുന്നത്. പക്ഷെ അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മ ഒന്നും ചെയ്യില്ല കേട്ടാ. അച്ഛൻ അറിയാം, തൂക്കി പറയിട്ട് അടിക്കൂലേ, അത് അമ്മയ്ക്ക് അറിയാം. പക്ഷെ നമ്മളെ അച്ഛൻ അങ്ങനെയല്ല. നമ്മളച്ഛൻ ഞങ്ങളെ അടിക്കത്തില്ല, പക്ഷെ അമ്മ ഓടിച്ചിട്ടടിക്കും അല്ലേടാ? പിന്നെ ഒരിക്കലുണ്ടല്ലോ, ഞങ്ങൾ ഈ മിഠായി വാങ്ങാൻ വേണ്ടി കാശ് തപ്പി അടുക്കളയിൽ കയറി. അങ്ങനെ തപ്പി 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 അവിടെ വെളിച്ചെണ്ണ ഇങ്ങനെ ആട്ടി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൈ കൊണ്ടിട്ട് കുപ്പി മറിഞ്ഞ് വീണ് പൊട്ടിയിട്ടാ പൊന്നു ഒരു ഓടിയ ഓട്ടം. അമ്മ ഓടിച്ചിട്ടടിച്ച്. എങ്ങനെ മറക്കും? ഞാനാണെങ്കിൽ കുഴി വീഴുകയും ചെയ്തു. ചേച്ചി അച്ഛനെ ചുറ്റി പറ്റിന്ന് രക്ഷപ്പെട്ട്. ഞാൻ രാത്രി ഒരു ഒളിച്ചിരിക്കേണ്ടി വന്നു. ഇപ്പൊ ചുരുക്കം പറഞ്ഞ രണ്ടുപേരും കൂടെ കൊച്ചിലെ പൊടി ഒടിച്ച് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ എന്ത് ചെയ്ത്? പോടാ, ഞങ്ങൾ ചെറുതിലെ കാണിച്ച ഷോയൊക്കെ കാണിക്കാനുള്ള ആമ്പരൊന്നും നിനക്കില്ല കേട്ടാ. പൊടിക്കൊന്ന് ഒതുങ്ങ്, അതാണ് നല്ലത്. ഞങ്ങൾ ഒരിക്കലുണ്ടല്ലോ വെള്ളപ്പൊക്ക സമയത്ത് ആറിൻ്റെ ഇപ്പുറത്ത് നിന്ന് അക്കരെ ഒരു ഒറ്റ നീന്തി ഞാനും ശ്രീകണ്ഠനും കൂടെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത്. അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നീന്തി. വെള്ളപ്പൊക്ക സമയത്ത് ആറ്റിലെ ക്രൂസ് നീന്തിയ? തട്ടിപ്പോണ്ടായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. വെള്ളപ്പൊക്കമല്ലേ? എടാ, എന്നിട്ട് നമ്മളിത് പറഞ്ഞതെപ്പോഴാണെന്നറിയാമോ? ഈ കുറച്ച് കാലമായിട്ടുള്ള അച്ഛനോട് അമ്മയുടെ ഈ കഥ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് സാഹസങ്ങൾ കാണിച്ചതാണ് എൻ്റെ അണ്ണൻ, ബാലു അണ്ണൻ. എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ പാവത്തിന്? അതൊക്കെ ഒരു കാലം. ശ്രീകുട്ടാ, ഞാൻ നാളെ പോകും. അതിനു മുമ്പ് നിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയണം. എന്താണ് പറയാന്ന് വെച്ചാ? അത് അങ്ങനെ എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. കാര്യമായിട്ടുള്ള കാര്യമാണ്. അത് സംസാരിക്കുമ്പോൾ ചേട്ടത്തി കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതെന്താ പറയാൻ ചേട്ടത്തി? അമ്മോയ്, ഞാൻ ദാ വരണു എന്ന് പറഞ്ഞാൽ ദാ തന്നെ വരണം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കോളാം. ഈ അങ്ങനെയൊന്നുമില്ല. ഞാൻ ദേ പോയി ദാ വന്ന് വന്നാൽ മതി. മംസ് പഠന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു. ഭയപ്പെടുകയേ വേണ്ട. ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചോണ്ടേ കേശു വീട്ടിൽ കയറും. പഠിക്കുന്ന കാര്യത്തിൽ കേശുവിനെ പോയിട്ടേ ഉള്ളൂ. അത് പോട്ടാ പോയിട്ടോ. പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ബാലുവിന് അതേ സ്വഭാവമാണ്. ആ ചട്ടമ്പിത്തരവും വേലത്തരവും പിന്നെ ദേഷ്യം, അത് കയ്യിൽ നിന്ന് പോയിട്ടില്ല. ദേഷ്യം വന്നാൽ പ്രശ്നമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറിക്കോളും. പിന്നല്ലേ, അവൻ കൊച്ചിറക്കല്ലേ. എന്തോന്ന് കറി എടുത്തി? തക്കാളി ഒഴിച്ചുകൂട്ടാൻ വെക്കാമെന്ന് വെച്ച്. പിന്നെ കുറച്ച് ബീൻസൊക്കെ ഇരിക്കുന്നുണ്ട്, അത് മെഴുക്ക് വരട്ടോ. പിന്നെ കുറച്ച് മീൻ മസാല ഒട്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. മതി, ധാരാളം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.